അല്ല, എനിക്ക് അതിനകത്ത് എനിക്ക് വോട്ട് ചെയ്യാൻ തോന്നിയ വർഷമാണ് ഞാൻ വോട്ട് ചെയ്തത്. അത് എനിക്ക് വോട്ട് ചെയ്യാൻ തോന്നുന്ന സമയത്ത് ഞാൻ വോട്ട് ചെയ്താൽ പോരെ, അതിന് മുന്നേ എന്തിനാ ഞാൻ വോട്ട് ചെയ്യുന്നത്? ഇനി പൊതുപ്രവർത്തന രംഗത്ത് എങ്ങനെയായിരിക്കും സജീവമായിരിക്കും? ഞാനത് മുന്നേ ഇപ്പോൾ പല വന്ന മാധ്യമങ്ങളോട് ഞാൻ പറഞ്ഞു, ഇവിടെ ഇപ്പം ഞാൻ എന്തായാലും പബ്ലിക്കലി ഞാൻ അനൗൺസ് ചെയ്തതാണ് 2020 ഇന്ത്യയുടെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഇനി മുന്നോട്ട് ഇവിടെ ആര് വന്നാലും അവരുടെ കൂടെ പ്രചാരണത്തിന് പറ്റുന്ന സമയത്ത്, അതിപ്പം റോഡ് ഷോസ് പോലെയുള്ളതെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഓൾറെഡി, എനിക്കറിയാം അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനകത്ത് ഞാൻ ഉണ്ടാവും. പങ്കാളിയാകുമ്പോൾ ഇത്രയും കാലത്തിനിടയിൽ വോട്ട് ചേർത്തില്ല എന്ന് പറഞ്ഞ വലിയൊരു പോരായ്മ നിങ്ങൾ കൈരളിയാ അല്ലേ കണ്ടുപിടിച്ചു. അത് പ്രത്യേകിച്ച് ആ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ല, എനിക്ക് അതിനകത്ത് എനിക്ക് വോട്ട് ചെയ്യാൻ തോന്നിയ വർഷമാണ് ഞാൻ വോട്ട് ചെയ്തത്. അത് എനിക്ക് വോട്ട് ചെയ്യാൻ തോന്നുന്ന സമയത്ത് ഞാൻ വോട്ട് ചെയ്താൽ പോരെ, അതിന് മുന്നേ എന്തിനാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്? എനിക്ക് എൻ്റെ വ്യക്തിപരമായ താല്പര്യമാണത് ഞാൻ പറയുന്നത്. അന്നാണ് BJP എന്ന് പറയുന്ന, അല്ലെങ്കിൽ എനിക്ക് അവരുടെ നയങ്ങളോട് എനിക്ക് എന്ന് യോജിപ്പ് തോന്നിയോ അന്ന് തന്നെയാണ് ഞാൻ വോട്ട് ചെയ്തത്. സംഘടനാ രംഗത്ത് സജീവമായിട്ടുണ്ടാവും. അതായത് ചോദിച്ചത് ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യമല്ല, അതിനപ്പുറത്തേക്ക് 2020 തന്നെ ഉണ്ടാവും. ഞാൻ 2020 ഇന്ത്യയുടെ ഭാഗമായിട്ട് തന്നെ ഞാൻ മുന്നോട്ടുണ്ടാവും. കാരണം 2020 വെച്ചിരിക്കുന്ന ആ കൺസെപ്റ്റ് കേരളത്തിലെ പഞ്ചായത്തുകളിൽ വരണമെന്ന് അത്രയധികം ആഗ്രഹിച്ചിട്ടാണ്. എൻ്റെ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ഞാൻ ജനിച്ചു വളർന്ന പഞ്ചായത്തിൽ വരെ, അയ്മനം ഗ്രാമപഞ്ചായത്തിൽ വരെ അത് വളരണം, അതിനെപ്പറ്റി അതിൻ്റെ കാര്യങ്ങളും ആ പദ്ധതിയും എല്ലാം നന്നായിട്ട് വരണം എന്ന് മനസ്സറിഞ്ഞ് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും കൂടെ അദ്ദേഹമായിട്ട് ആദ്യം ഞാൻ അദ്ദേഹത്തെയാണ് വിളിച്ചത്. കാര്യം എന്ത് വന്നാലും നമ്മൾ അദ്ദേഹത്തെയാണല്ലോ വിളിക്കേണ്ടത്. അദ്ദേഹത്തെ വിളിച്ചപ്പോഴത്തേക്കിനും പറഞ്ഞു, ഞാൻ തന്നെയാണ് അങ്ങോട്ട് പറഞ്ഞത്, ചേട്ടാ നമ്മൾ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, കാര്യം ദിവസം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഇന്ന് തുടങ്ങേണ്ടതായിരുന്നു, ഇന്ന് മീറ്റിങ്ങുകൾ ഒത്തിരി പറഞ്ഞിരുന്നതാണ്, നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിട്ടാണ് എല്ലാ കാര്യങ്ങളും മറിഞ്ഞു തിരിഞ്ഞ് വന്നത്. SIR പ്രകാരം അപേക്ഷ കൊടുത്തിരുന്നോ? ഇല്ല, SIR പ്രകാരം നമ്മൾ ഞാൻ ഇവിടെ ഇല്ലല്ലോ, ഞാൻ ചങ്ങനാശ്ശേരിലല്ലല്ലോ താമസം, ഞാൻ അങ്ങാണ് താമസം. അവിടെ വന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് അവരെ വിളിക്കണമായിരുന്നു. ഇത് രണ്ടും ഞാൻ ചെയ്തില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചിന്ത തെറ്റ് തന്നെയാണ്. അത് ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരോടുകൂടെ ഇതിനുള്ളൊരു അവസരമാണ്. ഒരു വട്ടം വോട്ട് ചെയ്തു എന്ന് കരുതി നമ്മൾ ചെക്ക് ചെയ്യാതിരിക്കരുത്. ഇന്നിപ്പോൾ അവിടെ ചെന്ന സമയത്തും അവർ പറഞ്ഞ അതാണ്. ഇന്നും ഇന്നലെ മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് അത്രത്തോളമാണ് ആപ്ലിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കേരളത്തിലെ ഒരു പ്രതീക്ഷ എന്താണ്? എത്ര പ്രചരണത്തിന്റെ ഭാഗമായി നിന്നു, എത്ര NDA ഏത് മാറ്റം കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? NDA 2020 NDA തീർച്ചയായിട്ടും ഒരുപാട് മാറ്റം കൊണ്ടുവരും. കാരണം കിഴക്കമ്പലം പദ്ധതി അത് ചുമ്മാതല്ല. ഇത് നമ്മളായിട്ട് അവരുമായിട്ട് സംസാരിച്ച സമയത്ത് ഇതിലേക്ക് വരാൻ ഏറ്റവും അധികം എന്നെ അട്രാക്റ്റ് ചെയ്തതും അത് തന്നെയാണ്. കാരണം എൻ്റെ നാട്ടിലും എവിടെ പോയാലും, ഇപ്പം നിങ്ങളുടെ നാട്ടിലും എല്ലായിടത്തും ഏറ്റവും അധികമുള്ള സാധാരണക്കാരാന്നേ. ഈ സിറ്റി എന്ന് പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ മൊത്തം സാധാരണക്കാരാ. അവരുടെ പ്രശ്നങ്ങളല്ലേ മെയിനായിട്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. സത്യമായിട്ട് ഞാൻ ആ ഒരൊറ്റ കാര്യം കേസും എടുത്തിട്ട് മാത്രമാണ് ഞാൻ 2020 കൂടെ അല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇല്ല, ഞാൻ അതിലുണ്ട്, ഓൾറെഡി മെമ്പറാണ്. 2020 NDയുടെ ഭാഗം തന്നെയാണ്. അങ്ങനെ ആയിട്ട് തന്നെയാണല്ലോ ഞാൻ ഇപ്പോൾ ഒരു 2-3 ആഴ്ച മുന്നേയാണ് ഇവരെന്നെ ഫോൺ വിളിക്കുന്നത്. 2020 എന്ന് പറയുന്ന പദ്ധതി എന്താണെന്നും കിഴക്കമ്പലത്ത് അത് എന്താണ് ചേഞ്ച് ചെയ്തോ അല്ല അവിടെ ഒരു വികസനം ഉണ്ടായതും എല്ലാം നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് പറയണ്ട. ഒരു 2500-3000 രൂപ മതി ഒരു മാസം നല്ല രീതിയിൽ ജീവിക്കാം. കാര്യം അവരുടെ സൊസൈറ്റിയിലൊക്കെ എല്ലാത്തിനും വിലക്കുറവാന്നേ. ഞാനിപ്പം ഇത്രയും 1 കിലോ എണ്ണയ്ക്ക് 300-350 രൂപ എടുത്ത് വാങ്ങിയാൽ നേരെ പകുതി പൈസ അവിടെ ആവുന്നുള്ളൂ. അത് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു. ഇങ്ങനെ എല്ലാ കാര്യത്തിനും ഇങ്ങനെ തന്നെയാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. ഇവിടെ ഇപ്പം കേരളത്തിൽ ഏത് ജില്ലയിൽ പോയാലും, നിങ്ങളിപ്പോൾ അങ്ങ് പാലക്കാട് പോലും കാസർഗോഡ് മുതൽ ഇപ്പോൾ തിരുവനന്തപുരം വരെ പോയാലും ചെറിയ ചെറിയ പഞ്ചായത്തുകളിലും എല്ലായിടത്തും എല്ലാവർക്കും ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ. സാധാരണക്കാരുടെ പ്രശ്നം എല്ലാം ഒന്ന് തന്നെയാണ്. അവരുടെ ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങളും അവരുടെ താമസത്തിൻ്റെ പ്രശ്നങ്ങളും അവരുടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളും തന്നെയാണ്. എല്ലായിടത്തും എല്ലാ പ്രശ്നങ്ങളും ഒന്ന് തന്നെയാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉറപ്പായിട്ടും 2020 NDAക്ക് സാധിക്കും. ഇല്ല, അത് ഓൾറെഡി ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾറെഡി ഇതിനൊക്കെ എല്ലാത്തിനും ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പേരുൾപ്പെടെ എന്നാ പറയട്ടെ. ഇല്ല, അവരറിയിക്കും. അതാണല്ലോ അതിൻ്റെ ശരി. എൻ്റെ പേര് അവരാണ് അറിയിച്ചത്. അപ്പം അടുത്ത ആര് വന്നാലും അവരോട് പൂർണ്ണമായിട്ട് സപ്പോർട്ടിന് ഞാനും ഉണ്ടാവും. എന്നെ കേൾക്കുന്ന